ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. ഷഫീന ബീവി റിയാക്ഷൻ ചെയ്യുന്നതിലെ ജാൻസി റാണിയാണ് താൻ എന്ന് കഴികൊണ്ട് ജീവിക്കുന്ന ഒരു പെൺസിംഹമാണ് ഷഫീന ബീവി. റിയാക്ട് ചെയ്യുന്നൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യത്തിൽ റിയാക്ട് ചെയ്യാം, നല്ല ഭാഷയിൽ റിയാക്ട് ചെയ്യാം. പക്ഷേ ഈ ഷഫീന ബീബി എന്താണ് ചെയ്യുന്നത്? ഒരാളെ അടിച്ചാക്ഷേപിക്കുകയാണ്, വൃത്തികേടുകൾ വിളിച്ച് പറയുകയാണ്. ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പം ആളുകൾ ഒരു ലൈസൻസ് കൊടുക്കും, എന്തും വിളിച്ചു പറയാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുമെന്നാണ് അവരുടെ വിചാരമെന്ന് തോന്നുന്നു. ഇപ്പം അവര് മഞ്ജു പിള്ളയുടെ മകളെ, അവരുടെ വേഷവിധാനത്തെ വളരെ മോശമായിട്ട് പറയുകയുണ്ടായി. മഞ്ജു പിള്ളയുടെ മകൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ച ഒരു വ്യക്തിയാണ്, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലും നോക്കാതെ 2023 ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇരുന്നങ്ങ് കൊണാന്നങ്ങോട്ട് പറയുകയാണ്. ഈ 2023 പോസ്റ്റ് ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നതിലുള്ള ഛേദവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന്? അതും മാന്യമായ രീതിയിൽ പറഞ്ഞാൽ കുഴപ്പമില്ല. ചീത്ത വിളിക്കുക, വേണ്ടാത്ത വൃത്തികളൊക്കെ വിളിച്ച് പറയുക, ഒരാളെ അടച്ചാക്ഷേപിക്കുക, ആ ഒരു രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വായി വരുന്നത് കോതയ്ക്ക് വാട്ടുന്ന പോലെ എന്തും വിളിച്ച് പറയാനുള്ളൊരു ലൈസൻസ് സ്വയം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷഫീന ബീവി. ഇവരൊക്കെ കാരണം മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൂടെ നാണക്കേടാണ്. ഇവരെയൊക്കെ എന്ത് പറയാനാണ്? ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണാണ് സ്വാതന്ത്ര്യം എന്ന്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നേ? ഈ തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യമെന്ന്. ഓക്കെ, ഇത് തള്ള വൈബിൻ്റെ ഒരു ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനൊരു കാരണം പറഞ്ഞുതരാം എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോൾ. ഇവർക്ക് ചിലപ്പം വസ്ത്രം കുറച്ച് കുറയുന്നത് വിഷയമുള്ള കാര്യമായിരിക്കാം. അവർക്ക് അതിനെതിരെ പ്രതികരിക്കാം. ആ ഇട്ട ഡ്രസ്സ് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഡ്രസ്സ് ധരിക്കേണ്ടത്, ഇങ്ങനെ അവരുടെ അഭിപ്രായം വേണമെങ്കിൽ പറയാം. അല്ലാതെ ഫാഷൻ ഡിസൈനിങ് ഇറ്റലിയിൽ പോയി പഠിച്ചിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ പറ്റി, അതും പണ്ടങ്ങാണ്ടോ ഇട്ടൊരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് കുറെ വൃത്തികേടുകൾ വിളിച്ച് പറയുകയാണ് ഇവര്. തുണി അഴിച്ച് കുറെ ആളുകളൊക്കെ ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. യൂട്യൂബൊക്കെ നിങ്ങൾ ലൈവ് പോയി കഴിഞ്ഞാൽ സ്ഥിരം കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെയും ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളിനെയും ഒരേ തുലാസി കണ്ടു കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും. അമ്മാതിരി പരിപാടിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത്രയ്ക്ക് റിയാക്ട് ചെയ്യാൻ മുട്ടിയിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കെതിരെ റിയാക്ട് ചെയ്യൂ. കുറേ ആളുകൾ ഇങ്ങനെ ലൈവ് വന്നിട്ട് പല ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വ്യൂസിന് വേണ്ടി വരുന്ന കുറേ പേരുണ്ട്. അവർ മാനമൊക്കെ പണയം വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവർക്കെതിരെ റിയാക്ട് ചെയ്യുമ്പം അതിലൊരു കാര്യമുണ്ട്. അല്ലാതെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ആ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി, അതും ഭയങ്കര മോശമായിട്ടൊന്നുമല്ല ഇട്ടേക്കുന്നത്. സാധാരണ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലത്തെ രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് ആണ്. ഇവരുടെ ഇതിൽ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ട് മൊത്തം മൂടി പുതച്ച് വരുന്നതൊക്കെ ആയിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അവരുടെ ശരീര ഭംഗി അതൊക്കെ മോശമല്ലാത്ത രീതിയിൽ കാണിക്കാം. അങ്ങനെയാണ് ആ പ്രൊഫഷൻ. അതിഷ്ടപ്പെടുന്നവർ ആ പ്രൊഫഷനിൽ നിൽക്കുന്നു, അവരത് ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് എന്താണ് ഇത്ര എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാഗ്യേക്കാം 30ഓളം പേര് ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? അവരുടെ കിളി വല്ലതും പറഞ്ഞു പോയോ? കോമൺ സെൻസ് അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് സെൻസ് ഉണ്ടോ? ഇതാണ് അവർ പറയുന്ന പിക്ക്. ഇതിനകത്ത് വേണ്ടാത്ത ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടില്ല, ഒരു ശരീര വടിവ് അത് കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവർ കാണിക്കുന്നതാണ്. അതും 2023 കാണിച്ചതാണ്. അത് ഇപ്പോൾ അവർക്ക് എന്തോ റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതിന് എന്താ കാരണമെന്ന് ഷഫീന ബീവി തന്നെ പറയണം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പൊതു ഇത് ഉപയോഗിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചു നോക്ക്. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ, അവിയലിന് ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം. സാധാരണ തുണി അഴിച്ച് വ്യൂസ് ഉണ്ടാക്കുന്ന ആളുകളെയും ഇങ്ങനെ പ്രൊഫഷണലായിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് പോലും നിങ്ങൾക്കില്ല.
ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തുണി കുറവുണ്ടെങ്കിൽ അതിനെ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് അതും ഇതും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്, ഇത് കാരണമാണ് പലരെയും പീഡിപ്പിക്കാനുള്ള കാരണം ഇതാണോ ഈ സംസാരിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്കാണോ കോമൺ സെൻസ് ഇല്ലാത്തത്, അത് അവർക്കാണോ ഇല്ലാത്തത്? അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കാണാൻ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. എന്ത് വൃത്തികേടാണ് ഇവർ വിളിച്ച് പറയുന്നത്? അവരെന്തോ റോഡിലാണോ ഇങ്ങനെ നിന്നത്? അവരൊന്ന് ഈ റാമ്പിൽ അല്ലെങ്കിൽ അവരിവിടെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽ സ്പേസിലാണ് അങ്ങനെ നിന്നിട്ടുണ്ടാവുക. അവർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ അലക്കാൻ നിങ്ങൾക്ക് ഒട്ടും വിവരവും ബുദ്ധിയൊന്നും ഇല്ലയോ? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ വന്ന് മെനിങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു പ്രശ്നം വരും, ആ സമയത്ത് ഏവനെങ്കിലും കയറിയാൽ മതി. അവളെ അമ്മയും അതും അതാണ്. ഇവർക്ക് വേറെന്തോ ഫ്രസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു. എന്തോ വിഷയമുണ്ട്, എവിടോ എന്തോ ഒരു പ്രശ്നം. റിയാക്ഷൻ ചെയ്യാനുള്ള വീഡിയോസ് നോക്കിയപ്പോൾ കിട്ടാത്തത് കൊണ്ട് എന്നാൽ പിന്നെ 2023 ആ വീഡിയോ ആകട്ടെ, അതെടുത്തിട്ട് അലക്കാമെന്നുള്ള രീതിയിൽ പോയാണോ എന്നുള്ളത് കാണുന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഷബീന ബീബി തന്നെ പറയണം. ഇതിനൊക്കെ മഞ്ജു പിള്ളയോ മകളോ പ്രതികരിക്കുമോ എന്നറിയത്തില്ല. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എതിരെ പ്രതികരിച്ചിട്ട് ഒരു വലിയ കാര്യമൊന്നുമില്ലെന്ന് അവർക്കറിയാം. ഇവർ ചുമ്മാ കണ്ടന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തെന്നുള്ള രീതിയിൽ അവർ ചിലപ്പം വിട്ടുകളയാം. പക്ഷേ പണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ മഞ്ജു പിള്ളയും മകളും വന്നിരിക്കുമ്പോൾ ഇതുപോലെ മോശമായിട്ട് പ്രതികരിച്ച ഒരാളെ പറ്റി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഞാൻ മോഡലായിട്ട് ഒരു പിക്ചർ ഇട്ടാൽ തന്നെ അവർ പറയും തുണിയില്ല, സ്കിൻ കാണിക്കുന്നു. ആ ഡിസൈനറിൻ്റെ ഡിസൈനാണ് ഞാൻ ഇടുന്നത്, എനിക്ക് തുണിയില്ല എന്നൊരു പിക്ചർ എടുക്കുക ഇട്ടാന്നേ ഉള്ളൂ അവർ പറയുന്ന രീതി വെച്ചിട്ട്. പക്ഷേ ആസ് എ മോഡൽ ഐ ഗെറ്റ് പെയ്ഡ് ടു വെയർ അവരുടെ ഡ്രസ്സ്, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിൽ കുറേ ഹേറ്റ് കംസ്. ഒരു ഇത് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. ഒരു ചേച്ചി എനിക്ക് റിപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതിന് യു ഷുഡ് ഗെറ്റ് റേപ്ഡ്. എൻ്റെ കമൻറ്റിലല്ല, പേഴ്സണലി മെസ്സേജ് അയച്ചതാണ്. ഞാൻ അവരുടെ ബയോ എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിനെയും കൊണ്ടാണ് നിൽക്കുന്നത്, മകളെയും കൊണ്ടാണ് ആ അമ്മ നിൽക്കുന്നത്. എന്നിട്ട് മറ്റെന്തോ ബൈബിളിലെ ഒരു വേഴ്സും ഉണ്ട്, സാം 1-2 എന്തൊക്കെയോ പറഞ്ഞ ദൈവത്തിനെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കമ്മ. അപ്പം ഞാൻ ആലോചിക്കും, ഇങ്ങനെയൊക്കെ ദൈവവിശ്വാസി ബൈബിളിൽ ഏതൊക്കെ ഉണ്ട്, മകളുണ്ട്, ഹൗ ഡെയർ ലൈക്ക് ഇങ്ങനെ ഒരു കമന്റ് പറയാൻ, ലൈക്ക് എന്താണ് ട്രിഗർ ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇവളാരാ കറുമ്പി, ഇവളെ എന്താ മഞ്ജുപിള്ള മോള് ഇങ്ങനെയാണോ നോക്കുന്നത്, മഞ്ജുപിള്ള എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഐ എം സ്റ്റിൽ ലൈക്ക്, അപ്പോഴും മഞ്ജുപിള്ളയാണ്, സുഹൃത്തുക്കളല്ല. അച്ഛനൊരു മെയിൽ സൊസൈറ്റിയിലെ മെയിൽ ആയതുകൊണ്ട് അച്ഛൻ അങ്ങനെ അധികം പറയത്തില്ല. മെയിൻലി മഞ്ജുപിള്ള ഫീമെയിൽ, ഒരു സൊസൈറ്റിയിൽ ഒരു ഫീമെയിൽ ആയതുകൊണ്ടും ഐ തിങ്ക് അമ്മയുടെ പേരിൽ. ഇതിപ്പം ഷബീന ബീബിയുടെ കാര്യത്തിലും ശരിയാണ്. മഞ്ജു പിള്ളയെ പറഞ്ഞുകൊണ്ടാണ് മകളെയും പറയുന്നത്. മഞ്ജു പിള്ള നിങ്ങൾ ഇങ്ങനെയാണ് മകളെ വളർത്തുന്നത്, അതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നുള്ള രീതിയിലാണ് ഷബീന ബീബിയും പറയുന്നത്. അത് പിന്നെ അങ്ങനെ പറഞ്ഞാലല്ലേ ആളുകൾ ശ്രദ്ധിക്കത്തുള്ളൂ. ബാക്കിയേക്കാം മോസ്റ്റ് എനിക്ക് ഹേറ്റ് കമന്റ്സ് വരുന്നത് അമ്മയുടെ പേരിൽ മഞ്ജുപിള്ളയുടെ മകൾ എന്ന രീതിയിൽ. സുഹൃത്തുക്കളുടെ മകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ കുറെ ഹേറ്റ് കമന്റ്സ്. പിന്നെ പറയും യു ആർ ജസ്റ്റ് എൻ ആവറേജ് ലുക്കിംഗ് ഗേൾ. ഐ ആം ജസ്റ്റ് എൻ ആവറേജ് ഗേൾ, ഐ നോ ദാറ്റ്. എനിക്ക് അത്യാവശ്യം സൗന്ദര്യമുണ്ട്, ഐ ബിലീവ് ദാറ്റ് ഐ എം പ്രെറ്റി. ബാക്കിയുള്ളവരും ദേ പ്രെറ്റി ഇൻ ദെയർ ഓൺ വേ. പക്ഷെ എന്നാലും ആവറേജ് ഗേൾ എന്തുണ്ട്, കാണാൻ എന്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, നോ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഹൂ ഡു യു തിങ്ക് യു ആർ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വരും. പിന്നെ അമ്മ നീ നിഗ്ലക്റ്റ് ആക്ക് കുറെ കുറെ ഹേറ്റ് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അമ്മ ജസ്റ്റ് നിഗ്ലക്റ്റഡ്, അത് മാറ്റണ്ട. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമന്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമന്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എന്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവള് തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക തന്നെയല്ലേ. ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോ എനിക്ക് എന്താ അവന്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവന്റെ അടുത്ത്. കൈ കിട്ടി അവരെ തല്ലി ഞാൻ കാലൊടിക്കും. എന്റെ കൊച്ചിനെ പറയുന്നോടാന്ന് ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞോ, എന്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എന്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എന്റെ ഫാമിലി, എന്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. അല്ല ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈന്റ് എല്ലാത്തിനും ഞാൻ പൂട്ടെന്ന് പറഞ്ഞു. ഷെബീന ബീബി ഒന്ന് ഒരുങ്ങിയിരിക്കുന്ന നല്ലതായിരിക്കും. ഒരു ആവേശത്തിന് എടുത്ത് ചാടിയതാണ്, ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് അപമാനിക്കുന്നത്, എന്തും പറഞ്ഞ് അപമാനിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. പണ്ടെങ്ങാണ്ടോ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് താറടിച്ച് കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് ഷെബീന ബീവിക്ക് മാത്രമേ ഉള്ളൂ. കുറെ കാലമായിട്ട് അവരിങ്ങനെയുള്ള കലാപരിപാടികളിൽ ഏർപ്പെടുന്നുണ്ട്. ആരെ എന്തും വിളിച്ച് പറയാം, റിയാക്ഷൻ എന്ന പേരിൽ ചീത്ത വിളിച്ച് പറയുക, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കലാപരിപാടികളുണ്ട്. ഇതിന് കൈയടിക്കുന്ന കുറേ ടീംസും ഉണ്ട്. ഈ കൈയടിയുടെ ശബ്ദം കേട്ടിട്ടാണ് ആവേശം മൂത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ആവേശം കൂടി പണി വാങ്ങിച്ച് കിട്ടരുത്. എന്ത് വിടുവായുത്തരം വിളിച്ച് പറയാമെന്ന് കരുതുകയും വരുത്. നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാം, പക്ഷേ മാന്യമായിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം റിയാക്ട് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത്? ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ